അവന്മാരെ വഹിച്ച് ഒരു 50 രൂപ ഒപ്പിച്ച് ഓട്ട പിടിച്ച് പോകാന്ന് വെച്ചപ്പോ അവന്മാര് മുങ്ങി. പറ്റിലെഴുതി വെച്ചാ പോരെ, കിട്ടുമ്പോ തരും. ഞാനും പാമ്പും പിന്നെ 40 പാമ്പും. ആർക്കാ ഡ്രസ് എടുക്കണ്ടേ? ഇവൾക്കാ. ഓ മോൾക്കാണോ? ചിൽഡ്രൻ സെക്ഷൻ മോളിലാണ്, അങ്ങോട്ട് പൊക്കോളൂ. ശരി, താങ്ക് യു. ഓക്കെ മാഡം, വാ മോളെ. ഇവളുടെ സൈസിനുള്ള ഡ്രസ്സൊക്കെ എവിടെയാ ഉള്ളത്? ഈ റാക്കിലുള്ളതെല്ലാം മോളുടെ സൈസാണ്, നോക്കിക്കോളൂ. ദിവസേന ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അച്ഛൻ വന്നിട്ട് എടുത്തോളും. എന്തിനെത്ര ധൃതി? അതുവരെ വെറുതെ നോക്കിക്കൊണ്ട് നടക്കാം. ഈ കുടുംബത്തിലെ സകലരെയും ഒരച്ഛന് വാർത്തതാണോ? കഷ്ടം. ഹലോ രവി, ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ അതേ വന്ന് നിന്റെ വിളി. ഒരു പാമ്പിനെ വെച്ച് എത്ര നാൾ ജീവിക്കാൻ പറ്റൂടെ? 2 ഇഡ്ഡലി കഴിക്കുന്നത് പോലും പറ്റിലാണ്. അതുകൊണ്ട് പല്ലു പോലും പറിക്കാത്ത നല്ല അടിപൊളി ഒരു ഉഗ്രൻ സാധനത്തിനെ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും വർക്കോ നന്ദി പിടിച്ചോ, ചോദിക്കുന്ന കമ്മീഷൻ ഞാൻ തരാം. നല്ല കാശുള്ള ഗൺ പാർട്ടിയെ നോക്കടേ. കിട്ടുന്നതിൽ പപ്പാതി നമുക്ക് ഷെയർ ചെയ്യാം. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. അല്ല പിന്നെ ശരി ശരിയടേ. അയ്യോ, അത് പാമ്പാണ്, അത് തിന്നാനുള്ളതല്ല. രണ്ട് ഇഡലിയും കഴിച്ചിട്ട് ഇങ്ങനെ എന്നെ ഓടിക്കുകയാണ്. നിക്കടാ. അയ്യോ, ഇവൻ എങ്ങോട്ട് പോയാന്നോ? എന്റെ കഞ്ഞി കൂടി മുട്ടിക്കും. എവിടെ പോയാലും അവനെ ഞാൻ വിടത്തില്ല. എവിടെയാ വരും? എങ്ങോട്ട് പോയെന്നറിയില്ലല്ലോ. ഞാന് നാട്ടുകാരെ പറ്റിക്കണ്, എന്നിട്ട് എന്നെ പറ്റിക്കാൻ ഒരു പരമ തെണ്ടി ഇറങ്ങിയിരിക്കണ്. എവിടെ പോയാലും അവനെ ഞാൻ പൊക്കിയിരിക്കും. അമ്മച്ചാണ് സത്യം. അണ്ണ അണ്ണ പാമ്പും കൂടെ ആയിട്ട് ഇറങ്ങിയിരിക്കണ അണ്ണ അണ്ണ. ഓ, ഞാൻ കണ്ടില്ല. ദിവസേന ഇതിട്ട മോളെ കാണാൻ നല്ല രസമായിരിക്കും. ഇതെടുക്കാം നമുക്ക്. അച്ഛൻ വരട്ടേന്ന് പറഞ്ഞില്ലേ, അച്ഛൻ ഇഷ്ടപ്പെട്ട എടുത്തോളൂ.
അച്ഛൻ നിന്റെ ഇഷ്ടല്ലേ നോക്കുക മോളെ. എനിക്ക് അച്ഛൻ സെലക്ട് ചെയ്യുന്നതാ ഇഷ്ടം പറഞ്ഞില്ലേ? വെറുതെ സമയം കളയാനായിട്ട്. മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, വർത്താനം കേട്ടില്ലേ? ക്ഷമിക്കണം നാഗരാജാവേ, എനിക്കിതല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് നീ എനിക്ക് വിധിച്ചിരിക്കുന്നത്. ജീവിതമാണോ മരണമാണോ എന്ന് നന്ദിനിയുടെ വരവിനെ ആശ്രയിച്ചിരിക്കും. നന്ദിനി, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോന്ന് എനിക്കറിയണം നന്ദിനി. ആപത്തിൽ ഞാൻ പെട്ടുവെന്നറിഞ്ഞാൽ നീ എവിടെയായിരുന്നാലും ഓടി വരുമെന്ന് എനിക്കറിയാം നന്ദിനി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വിഷം പടർന്നു കഴിഞ്ഞു. എനിക്ക് പോണം. ഞാൻ പോയാലേ രക്ഷപ്പെടുത്താനാകൂ. പോകാതെ പറ്റില്ല. നന്ദിനി, എന്റെ നന്ദിനി, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ കാണണം നന്ദിനി. വാ നന്ദിനി.
നന്ദിനി. എനിക്കുടനെ പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ ലോകത്ത് എനിക്കുള്ള ഏക ബന്ധം ഇല്ലാതാകും. പക്ഷേ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? ഗംഗ ചേച്ചി, ഈ ഡ്രസ് എന്തായാലും അച്ഛന് ഇഷ്ടപ്പെടും. അച്ഛൻ സെലക്ട് ചെയ്യുകയാണെങ്കിലും ഇതേ സെലക്ട് ചെയ്യുള്ളൂ. ഇതെങ്ങനെയുണ്ട് നോക്കിയേ. കൊള്ളാമല്ലോ. നമുക്ക് എന്നാ അച്ഛൻ വരുമ്പോഴേക്ക് ഇതൊന്ന് പോയി ഇട്ട് നോക്കാം. വാ. മുടിച്ചല്ലേ. ഞാൻ വൈകുന്ന ഓരോ നിമിഷവും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചേക്കാം. എനിക്ക് അദ്ദേഹത്തെ രക്ഷിച്ചേ പറ്റൂ. ഇനി സമയം പാഴാക്കിക്കൂടാ. എന്നെയും കാത്ത് മരണത്തോട് മല്ലടിക്കുന്ന ഒരു ജീവനാണത്. എനിക്ക് പോകാതെ പറ്റില്ല. വണ്ടി എടുക്ക. എങ്ങോട്ടാ മേഡം? റൂട്ട് ഞാൻ പറഞ്ഞുതരാം. നേരെ പോയിക്കൊള്ളു. ഇറങ്ങേണ്ട സ്ഥലം ഞാൻ പറയാം. വണ്ടി എടുക്ക. എങ്ങോട്ടാ മേഡം? റൂട്ട് ഞാൻ പറഞ്ഞുതരാം. നേരെ പോയിക്കൊള്ളു. ഇറങ്ങേണ്ട സ്ഥലം ഞാൻ പറയാം. ആ ലെഫ്റ്റിലേക്കാ പോണ്ടത്. ഇതെങ്ങനെയുണ്ട് ഗംഗ ചേച്ചി? കാണുന്നില്ലല്ലോ. ഗംഗ ചേച്ചി, കുറച്ചുകൂടി സ്പീഡിൽ പോണേ. ഗംഗ ചേച്ചി, ഇതെവിടെ പോയി? കുറച്ചുകൂടി സ്പീഡിൽ ഓടിക്കുക. ചേച്ചി, മോളെ, മോടെ കൂടെ വന്ന ആന്റിയാണോ ചേച്ചി നോക്കുന്നത്? കണ്ടോ? അവർ കുറച്ചു മുമ്പ് താഴേക്ക് പോന്നുണ്ട് മോളെ. താഴേക്ക് പോയോ? മോളെ ഒന്ന് നിന്നേ. ആ, ഇത് ഈ കടയിലെ ഡ്രസ് അല്ലേ? അതെ. ഇത് മാറ്റി ഇവിടെ വെച്ചിട്ട് മോളുടെ സ്വന്തം ഡ്രസ് ഇട്ട് പൊക്കോ. സോറി ആന്റി, ഞാനത് ശരി, ഓർത്തില്ല. സാരമില്ല. ഈ വണ്ടിക്ക് ഇത്രയും സ്പീഡേ ഉള്ളൂ. മേഡം, ഇതിനേക്കാൾ സ്പീഡിൽ പോയാ മേഡം പറഞ്ഞ സ്ഥലത്തേക്കല്ല, മേലോട്ട് പോണ്ടി വരും. ചേച്ചി, ഇത് എങ്ങോട്ടാ പോയേ? അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുത്. അങ്കിളാ ഗംഗ ചേച്ചി കണ്ടായിരുന്നോ? ഇല്ലല്ലോ മോളെ. ചേച്ചി, മോളെ ഒന്ന് നിന്നെ. എന്താ? എങ്ങോട്ട് പോവാ? അമ്മയെ അന്വേഷിച്ചു പോവാ. അമ്മയൊക്കെ വരും, മോളോടെ ഇരിക്കി. വാ. എടാ, ഞാൻ ബില്ലൊക്കെ എടുത്ത് വെച്ചിട്ടേ അങ്ങ് മേലോട്ട് വാ. എടാ. ആ ശരി. വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യേ. ഈ ലെഫ്റ്റിലേക്ക് പോ.
ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ പെട്ടെന്ന് ശരി വരാം. മേഡം. അയ്യോ അയ്യോ, എന്താ നിനക്ക് പറ്റിയത്? എന്നാ കണ്ണു തുറക്ക, എന്നെ നോക്ക്. എന്തിനാ ഇങ്ങനെ ചെയ്തത്? പറ, എന്നെ നോക്ക്. ചേച്ചി മച്ചാനെ ഇല്ല നോക്കി. ചേച്ചി എവിടെയാ? ചേച്ചി എന്താ പറയാതെ പോയ? ചേച്ചി മച്ചാനെ ആ കൊച്ചിനൊന്ന് സ്കെച്ച് ചെയ്താലോ? എടാ മച്ചാനെ, നീ ആ കൊച്ചിന്റെ കാതിലും കഴുത്തിലും ശ്രദ്ധിച്ചാ? ഒരു 5-5.5 പവൻ കാണും. ഇന്നത്തെ എന്റെ നക്ഷത്രഫലത്തിൽ രാജയോഗം എന്ന് എഴുതിയേക്കണേ. അപ്പൊ ഞാനത് അത്ര കാര്യമാക്കില്ല. ഇപ്പൊ ഈ കൊച്ചിനെ കണ്ടപ്പോ എനിക്കത് വിശ്വാസമായത്. മച്ചപ്പ നമുക്ക് ഈ കോള് വിട്ടുകളുണ്ടെന്നേ ഇന്ന് അടിച്ചു പൊളിക്കൊരു വകയാടാ. ഇന്നത്തെ എന്റെ നക്ഷത്രഫലത്തിൽ രാജയോഗം എന്ന് എഴുതിയേക്കണേ. അപ്പൊ ഞാനത് അത്ര കാര്യമാക്കില്ല. ഇപ്പൊ ഈ കൊച്ചിനെ കണ്ടപ്പോ എനിക്കത് വിശ്വാസമായത്. മച്ചപ്പ നമുക്ക് ഈ കോള് വിട്ടുകളുണ്ടെന്നേ ഇന്ന് അടിച്ചു പൊളിക്കൊരു വകയാടാ. എവിടെ പോയി കിടക്കണോ? എത്ര നേരായി പോയിട്ട്. എന്റെ വിഷമെല്ലാം പോയി. എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പോ നന്ദിനി വന്നിരുന്നു അല്ലേ? നന്ദിനി വന്നിരുന്നു. എനിക്കേറ്റ വിഷം അവൾ ഇല്ലാതാക്കിയിരിക്കുന്നു. നന്ദിനി, എവിടെയാ നീ ഉള്ളത്? നന്ദിനി, 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 എന്റെ നന്ദിനി എന്നെ ഇങ്ങനെ ജീവനോടെ കണ്ടിട്ട് മിണ്ടാതെ പോവില്ല. അവള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നന്ദിനി, നന്ദിനി, നീ എവിടെയാ ഉള്ളത്? നീ എവിടെയാ ഉള്ളതെന്ന് പറ. നന്ദിനി, നന്ദിനി, നീ എവിടെയാ മോളെ ഉള്ളത്? മോളെ എവിടെയാ ഉള്ളത്? എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കാണണം. നന്ദിനി,
നന്ദിനി നന്ദിനി എവിടെയാ നീ ഉള്ളത്? എന്നോടൊന്ന് പറ നന്ദിനി. എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ, എനിക്കൊരു സഹിക്കാൻ പറ്റുന്നില്ല. നീ എവിടെയാണെങ്കിലും ഒന്ന് പറ നന്ദിനി. എനിക്കൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണാനാ. ഒന്ന് വാ നന്ദിനി. നന്ദിനി നന്ദിനി നന്ദിനി. നന്ദിനി നീ എവിടെയാ എന്റെ മോളെ? നന്ദിനി നന്ദിനി നീ എവിടെയാ ഉള്ളത്? ഞാൻ വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? നന്ദിനി 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 നീ എവിടെയാ മോളെ ഉള്ളത്? എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തില്ലേ? ഇങ്ങോട്ട് വാ മോളെ. നോക്കിയേക്ക് മതിട്ടാ. ഞാൻ എന്ത് തെറ്റാ മോളെ ചെയ്തത്? നീ എന്റെ മുമ്പിൽ വരാത്തത്? നന്ദിനി